അപ്പോഴേക്ക് അത് അറിഞ്ഞുപോയി എല്ലാരും. മുഖ്യമന്ത്രി ഒരാൾ ചോദ്യം ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞു. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇവനെന്ത് തലക്കിലുള്ള ഭ്രാന്തുണ്ട്? നിങ്ങൾ ആ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റി. ആ ചോദ്യം ചോദിച്ച ആളെ കണ്ടെത്തിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ്. ദാസ് പി ജോർജ് എന്ന പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. മനസ്സിലായോ? പിന്നെ എനിക്ക് മനസ്സിലായി എന്തുവായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം? അതായത് ഞാൻ ഉദ്ദേശിച്ചത് 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ ഇങ്ങോട്ട് നോക്കി മുഖ്യമന്ത്രി സംസാരിച്ച ഇതാണ്, മുന്നോട്ടുള്ള വികസനം ചെയ്യാൻ ഫണ്ട് BJPയുടെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ചേരും, സ്ലാങ് പറയും, അപ്പൊ കേട്ടാ മതി. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികല്ലേ. ഏത് നേരത്തെ സമയം എനിക്കറിയാൻ മേല. ഡേറ്റ് December 26. അല്ല, അന്നാണല്ലോ സുനാമിയൊക്കെ ഉണ്ടായത്. വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞു. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇന്ന് ഇറങ്ങിക്കോണം. അത് ഞങ്ങൾ പണ്ട് പറയാറുണ്ടല്ലോ, അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ഓൾ ഇന്ത്യ റേഡിയോയോട് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അല്ല, നിങ്ങൾ ഞാനൊക്കറിയാതെ അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. നിങ്ങളെല്ലാരും വന്ന് എന്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ശരി, ആ അരിയും തിന്ന് ആശാച്ചിനും കടിച്ച് പിന്നെ നായ്ക്ക് ഞാൻ മുറുമുറുപ്പ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. അറിയാത്ത പുള്ള ചൊറിയും പറയും. മുഖ്യമന്ത്രി എന്തിനാ ഇത്ര പ്രകോപിതനാകുന്നത്? എന്തിനാ ഇത്ര മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. നമ്മള് എല്ലാവർക്കും അറിയാലോ, ഞാനിപ്പം അവൻ എന്നാണ് പറയാൻ പോകുന്നത്. അവളോടൊപ്പം ആരായിരുന്നു, അവരോടൊപ്പം ആരായിരുന്നു, എല്ലാവർക്കും അറിയാം. അയ്യോ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങള് എല്ലാ ഘട്ടത്തിലും അവളോടൊപ്പമായിരുന്നു. എന്നാൽ അവനോടൊപ്പം നിന്നവരാരാ? ഈ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തില് മൊത്തമായും ചില്ലറയായും സൈബർ പടയുണ്ടല്ലോ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ള? എന്താന്നുള്ള നിങ്ങൾ കേക്കി. ഇപ്പൊ CPM വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം. CPM വിട്ടുപോരുന്നവരെ കൊല്ലുന്നതായിരുന്നു CPMന്റെ പരിപാടി. 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ ഓർമ്മ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഞാന് പറയുമ്പോ ഇല്ല, ആ പാമ്പ് ആപ്പിൾ എന്നാ ഗെയിം നിർത്തേര്. എന്താണ് ചലക്കാതെ പോയിരിക്കും. പാമ്പിന് ആപ്പിള് തിരിക്കായിട്ട്